നമ്മുടെ ഗെയിമും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പം നേരത്തെ ഓപ്പൺ ആക്കിയിട്ട് പ്രത്യേകിച്ച് വലിയ റിവാർഡ്സും കാര്യങ്ങളും കൊണ്ടുപോയിട്ടില്ല, പാക്കും കാര്യങ്ങളൊന്നും. അപ്പം പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവന്നേക്കണത്. അപ്പം ഇപ്പോൾ വന്നേക്കണ ഒരു ഫ്രീ പ്ലെയർ എങ്ങനെ സൈൻ ചെയ്യാമെന്നും പിന്നെ ഇപ്പോൾ വന്നേക്കണ പാക്കും അപ്പോൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആണ്. അപ്പോൾ മാക്സിമം എല്ലാവരും കാണാൻ നോക്കുക. വീഡിയോയിലോട്ട് കിടക്കണതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഇൻസ്റ്റാഗ്രാമിലും കൂടി കയറി ഫോളോ ചെയ്തേക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. നോക്കുകയാണെങ്കിൽ ഇന്നത്തെ പാക്ക് പിന്നെ വന്നേക്കണ ജെ ലീഗിൽ ഈ ഒരു പാക്കും കാര്യങ്ങൾ കൊണ്ടുവന്നേക്കണ 2 എപ്പിക് പ്ലെയറും വെച്ചിട്ട് ഒരു പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞൂടെ, വേറെ പാക്കൊന്നും കൊണ്ടുവന്നില്ല. 100 പ്ലേയേഴ്സിൻ്റെ ഒരു പാക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ കുറേ ഷോർട്ട് ടൈം പാക്കൊക്കെ ഉണ്ട്. 75 പ്ലെയറിൻ്റെ അവർ പറഞ്ഞായിരുന്നു കൊണ്ടുവരുമെന്ന്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രീ ട്രൈയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്താൽ മതി. പിന്നെ ഇതിന് ഫ്രീ ട്രൈ ഇല്ല, ഈ 100 പ്ലേയേഴ്സിൻ്റെ ഇതിന്. പിന്നെ നോക്കുകയാണെങ്കിൽ പ്ലെയർ ഓഫ് ദി കാർഡ് കൊണ്ടുവന്നേക്കുന്നത് കവറേജ് സ്കെയിലിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നിക്കോ വില്യംസ് ഉണ്ട്, സാവി സിമിയോസ് ഒക്കെ ഉണ്ട്. കുഴപ്പമില്ലാത്തൊരു പ്ലെയർ ഓഫ് ദി കാർഡാണ്. റൂണിയൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു പ്ലെയർ ഓഫ് ദി കാർഡ് തന്നെയാണ്. അപ്പോൾ മാക്സിമം കളിച്ചെടുക്കാൻ നോക്കുക. കവറേജ് സ്കെയില സെറ്റ് കാർഡാന്ന് തോന്നുന്നുണ്ട്. കവറേജ് സ്കെയിലിൻ്റെ പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ പുതിയൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ലീഗ് സെലക്ഷൻ്റെ. അപ്പോൾ കൈനോട്ടം കൊണ്ടുവന്നത് കോട്ടേഴ്സിൻ്റെയും സെക്കരിയാൻ്റെയും ലീഗ് സെലക്ഷൻ സെറ്റായിരുന്നു. അതിലെ കോട്ടേഴ്സും സെക്കരിയയും. അപ്പോൾ കോട്ടേഴ്സിൻ്റെ ലീഗ് സെലക്ഷൻ പോയിട്ടുണ്ട്. ഇന്ന് പോയ അതാണ് പുതിയതാണ് ആഡ് ചെയ്തത്. സെക്കരിയാൻ്റെ ഇപ്പോഴും കിടപ്പുണ്ട്. കോട്ടേഴ്സ് ഒരു ഗ്ലിച്ച് കാർഡ് വല്ല ഇതിൽ എന്താന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഞാൻ വേറെ വീഡിയോ ചെയ്യാം. പിന്നെ പുതിയ ഫ്ലമങ്കോ എന്ന് പറയുന്ന വേറൊരു പാക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ഒരു ഫ്ലമങ്കോൻ്റെ കൊണ്ടുവന്നായിരുന്നു, പിന്നെയും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഹൈലൈറ്റ് കാർഡ് അവർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു സെലക്ഷൻ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സല, ഹക്കീമി, ഒസിമൻ, പിന്നെ മാനയൊക്കെ ഉള്ളൊരു ഹൈലൈറ്റ് സ്റ്റാൻഡേർഡ് പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർ പറഞ്ഞായിരുന്നു കൊണ്ടുവരുമെന്ന്. അപ്പോൾ ഒരു സെലക്ഷൻ കോൺട്രാക്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ വേറെ എടുത്ത് പറയാനായിട്ടൊന്നും ഇവിടെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് നേരത്തെ ഗെയിം ഓപ്പൺ ആക്കിയപ്പോഴേ വിചാരിച്ച് പാക്കും കാര്യങ്ങളൊന്നും ഇല്ല, ഈ ജെ ലീഗ് മാത്രമേ ഉള്ളൂ. അടുത്തടുത്ത് പോവുകയാണെങ്കിൽ മാനേജർ. അപ്പോൾ വേറെ മാനേജറിനെ ഒന്നും ഇവിടെ ആഡ് ആക്കിയിട്ടില്ല. മാനേജറൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ കോമനൊക്കെ കിട്ടണോണ്ട് തന്നെ വേറെ മാനേജറും കാര്യങ്ങളൊന്നും. ഇവിടെ ഗട്ടൂസോൻ്റെ മാനേജറിനെ ഈ വീക്കിലാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ 160 പോയിന്റ് ഇപ്പോഴേ ആവുള്ളൂ. കഴിഞ്ഞ ആഴ്ച ഇന്നലെ വരെ 150 പോയിൻ്റ്, ഇന്ന് തൊട്ടിന് 300 പോയിൻ്റ് വരെ എടുക്കാം. പിന്നെ ഗട്ടൂസോനെ എടുക്കാൻ നോക്കുക. ഈ സാധനങ്ങളും ഒന്നും എടുക്കാണ്ടിരിക്കുക. അപ്പോൾ വേറെ റിവാർഡ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിലിപ്പോൾ ഈ 50 പോയിൻ പിന്നെ ഗട്ടൂസോ ആദ്യം എടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിലൊക്കെ ഇതൊക്കെ എടുക്കാൻ നോക്കുക. പിന്നെ ഈ ആഴ്ച ആകുമ്പോൾ ഇവിടെ കുറച്ച് സെലക്ഷൻ ബൂസ്റ്ററും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ മിസ് ചെയ്യാണ്ട് എടുക്കാൻ നോക്കുക. സെലക്ഷൻ ബൂസ്റ്ററാണ്, അതായത് നല്ല ഉപകാരമൊക്കെ പെടും. ഇപ്പോൾ ഇനി കുറച്ച് പ്ലെയേഴ്സിനെയൊക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് തന്നെ അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോൾ. അപ്പോൾ മിസ്സാക്കാണ്ട് എടുക്കാൻ നോക്കുക അതൊക്കെ. പിന്നെ അടുത്തത് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം മറ്റേ ആഫ്രിക്കൻ പ്ലെയർ എങ്ങനെ സൈൻ ചെയ്തെടുക്കുക. അപ്പോൾ മാച്ചിൽ മുമ്പ് ടൂർണമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അവർ. അപ്പോൾ ആ ടൂർണമെൻറ്റ് എടുത്തിട്ട് നിങ്ങളുടെ ടീം സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഈ ഫസ്റ്റത്തെ ആ ഗ്രൂപ്പ് സ്റ്റേജിൽ സ്കിൽ ടോക്കൺ മാത്രമേ ഉള്ളൂ. ആയിട്ട് കളിച്ചാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. ഏത് വേണമെങ്കിലും ഇട്ട് കളിക്കാം. ഇപ്പോൾ ലെജൻഡൊക്കെ ഇട്ട് കളിക്കുമ്പോൾ GP കൂടുതലും കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ എൻ്റർ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഇവൻ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ എടുക്കുമ്പോൾ തന്നെ എൽഹജ്ജ് ഇവിടെ കിടപ്പുണ്ട് CF. അപ്പോൾ ആയിട്ട് കളിച്ചാൽ മതി, ബിഗിനർ ഇട്ടുവേണമെങ്കിൽ കളിച്ചാൽ മതി. ലെജൻഡ് ഇടുമ്പോൾ അതിനും കൂടുതലും GPയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, വേറെ ഒന്നും പ്രത്യേകിച്ചില്ല. അപ്പം ഇതെടുക്കുക, ഇത് കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഇത് ഓപ്പൺ ആവും. ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ എൽഹജ്ജിൻ്റെ ഈ ഒരു കാർഡ് കിട്ടും. എന്തായാലും കാർഡിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കാം വരുന്ന ദിവസത്തിൽ. പിന്നെ AAയിൽ ആഡാക്കിയേക്കണ ഒരു പിന്നെ പ്ലെയർ ഓഫ് ദി കാർഡ് എടുക്കുകയാണെങ്കിൽ ഇത് ഇംഗ്ലീഷ് ക്ലബ്സ് ഇവിടെ AAയിൽ ഇതെടുക്കാം. പിന്നെ അതിൽ 500 ഇതും കൂടി കിട്ടുന്നുണ്ട്, ഈ ഫുട്ബോൾ പോയിൻ്റ്. അപ്പോൾ അത് മിസ്സാക്കാണ്ട് എടുക്കാൻ നോക്കുക. ഇപ്പോൾ ആ ജോയിൽട്ടൺ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ വേറെ പ്ലെയർ ആഡ് ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മിസ്സാക്കാണ്ട് എടുക്കാൻ നോക്കുക. പിന്നെ ഫ്ലമങ്കോൻ്റെ ഒരു ഫ്രീ ട്രൈ കിടപ്പുണ്ട്. പിന്നെ വേറെ ഒന്നും ഇവിടെ ഇല്ല. പിന്നെ PvPയിൽ ഇന്നും മുന്നേ ഒരു 50 കോയിനും കാര്യങ്ങളൊക്കെ ആഡ് ആക്കിയിട്ടുണ്ട്.
വേറെ ഒന്നും ആഡ് ആക്കിയിട്ടൊന്നുമില്ല. ഇനി മൺഡേ വരാൻ പോണ പാക്ക് ഏതാ നോക്കുകയാണെങ്കിൽ ഒരു സെബാസ്റ്റിൻ്റെ ഒരു AMF കാർഡും പിന്നെ ബാജിയോൻ്റെ ഒരു കാർഡും ബാറ്റിസ്റ്റൂട്ടേൻ്റെ കാർഡും. അപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത കാണാൻ തോന്നുന്നു. ഇപ്പോൾ സ്റ്റാറ്റ്സും കാര്യങ്ങളും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ വരണ ദിവസം ചെയ്യാൻ നോക്കാം. ആപ്പിൽ എന്തോ ബഗ് അടിച്ചെടുക്കണതാണ്. അപ്പോൾ വരണ ദിവസങ്ങളിൽ സ്റ്റാറ്റ്സൊക്കെ നോക്കി സെറ്റാണോ എന്നൊക്കെ നോക്കി പറഞ്ഞുതരാം. അപ്പോൾ അതിന് ചാടിക്കയറി കോയിൻസ് കറക്കാൻ നിൽക്കരുത്. ഇതിനേക്കാളും സെറ്റ് പ്ലേസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കറക്കാൻ നിൽക്കുക. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ ഗെയിമിലൊന്നും ആഡ് ആക്കിയിട്ടില്ല, ഷോപ്പിലൊന്നും ആഡ് ആക്കിയിട്ടൊന്നും ഇല്ല. മാനേജർ പാക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഈ വ്യാഴാഴ്ച വരേണ്ട ഒരു നല്ലൊരു എപ്പിക് പാക്കും ആഡ് ആക്കിയിട്ടില്ല. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. മെയിനായിട്ട് ആഫ്രിക്കൻ പ്ലെയർ ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത ആഴ്ച വേറെ സെലക്ഷൻ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടാണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പെട്ടെന്ന് അറിയാനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണ് ഇൻസ്റ്റാഗ്രാമിലും കൂടി ഫോളോ ചെയ്തേക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.